12 ആഴ്ച, അതായത് ഏകദേശം 3 മാസം മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ അവസാനമായി ഒരു പോസ്റ്റ് വരുന്നത്. അതും ഇന്ത്യൻ ഫുട്ബോളിലെ ആശങ്കകളെ പറ്റി ISL ക്ലബ്ബുകൾ സംയുക്തമായിട്ടൊരു കുറിപ്പ്. പിന്നെ അങ്ങോട്ട് ഒരു അപ്ഡേറ്റുമില്ല, റൂമറുകളുമില്ല. എന്തിനേറെ പറയുന്നു, ഓഫ് സീസണിൽ പോലും ആക്റ്റീവായി നിൽക്കാറുള്ള ടീമിൻ്റെ സോഷ്യൽ മീഡിയ അഡ്മിൻ്റെ പൊടി പോലുമില്ല. എന്താണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകൾ? ഒരു മാനേജ്മെൻറ്റ് ടേക്ക് ഓവറിന് ഒരുങ്ങുകയാണോ ക്ലബ്ബ്? അതോ അടച്ചുപൂട്ടലിൻ്റെ വക്കീലാണോ മലയാളികളുടെ പ്രിയ ക്ലബ്ബ്? പരിശോധിക്കാം. റീലുകളും പോസ്റ്റുകളുമൊക്കെയായി തുടർച്ചയായി അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരുന്നൊരു പേജ് പെട്ടെന്നൊരു നാൾ പ്രവർത്തനരഹിതമായത് ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളുകളിൽ വലിയ ചർച്ചക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സീനിയർ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച ക്ലബ്ബ് ഒരു കംപ്ലീറ്റ് ഷട്ട്ഡൗണിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ചർച്ചകൾ. ജംഷഡ്പൂർ FC പിന്മാറ്റവും ഈ ചർച്ചയ്ക്ക് വേഗം കൂട്ടിയിട്ടുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവോടെ ഭാഗ്യരേഖ തെളിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൻ്റെ രണ്ടാം പകുതിയിൽ നടത്തിയൊരു കംബാക്ക് ഉണ്ടല്ലോ. ഒരു വേള സകല പ്രതീക്ഷകളെയും അറബിക്കടലിലെറിഞ്ഞ ആരാധകർക്കുള്ളിൽ ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന വികാരം ഊതി നിറച്ച മത്സരങ്ങൾ. അത് വരാനിരിക്കുന്ന സീസണിനായി കാത്തിരിക്കാൻ ഓരോ ആരാധകൻ്റെ ഉള്ളിലും ഊർജ്ജമായി മാറിയിരുന്നു. എന്നാൽ നിലമില്ലാ കാര്യത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് എന്താണ് കൊണ്ടുവച്ചത്? കുറ്റാക്കൂരിരുട്ട്, ഒന്നുമില്ലായ്മയുടെ അനന്തമായ താഴ്വര. ഇനി എന്തെന്ന് ചോദിക്കാൻ പോലും അവരെ കൊണ്ട് പ്രേരിപ്പിക്കാത്ത വിധമുള്ള ഒരു ഭയാശങ്ക. മുഹമ്മദ് സഹീഫ് ചെന്നൈയിലെത്തി, സച്ചിൻ സുരേഷ് ഒഡീഷയിലേക്ക് ചേക്കേറി, ഡാനിഷ് ഫാറൂഖ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയപ്പോൾ കഴിഞ്ഞ സീസൺ വന്നയുടൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഫ്രാഞ്ചു ഇപ്പോൾ FC ഗോവയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. എന്നിട്ടും പതിവ് താങ്ക് യു പോസ്റ്റ് പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ 5 വർഷക്കാലം ടീമിനൊപ്പം ഉണ്ടായിരുന്ന കരോലിസ് കിങ്കീസ് ടീം വിട്ടതിനെ പറ്റി പോലും ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്വീകരണം ഒന്നുമില്ല. ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷന്റെ കുറവ് ടീമിനുള്ളിൽ ആകെ കാണാം. ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മാനേജ്മെന്റ് ചേഞ്ചിന് വിധേയരാകുന്നു എന്ന ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. VPS ഗ്രൂപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റെടുക്കുന്നു എന്ന തരത്തിൽ ഒരു സമയത്ത് വാർത്തകൾ വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ അത് വ്യാജമാണെന്ന് VPS ടീം തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. ക്ലബ്ബ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളൊരു നീക്കം പോലും ഇതുവരെ നടത്തിയിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകളൊക്കെയും അടിസ്ഥാനരഹിതമാണെന്നും സ്ഥിരീകരിച്ച് VPS സ്ഥാപകൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ മറ്റു പല വ്യവസായ ഗ്രൂപ്പുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അവയിലൊന്നും തന്നെ സ്ഥിരീകരിക്കാവുന്ന സോഴ്സുകളിൽ നിന്നല്ല. ഡ്യൂറൻ കപ്പിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ തുടക്കമാവും. ഒരുപിടി മികച്ച ട്രാൻസ്ഫറുകൾ ഇതിൻ്റെ ഭാഗമായി അണിയറയിൽ നടക്കുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ലാൽ റിൻസ്വാല ചാങ്തെ റാഞ്ചി മോഹൻ ബഗാൻ തങ്ങളുടെ കരുത്ത് കാട്ടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം അജ്സൽ ഇക്കുറി മുംബൈക്കൊപ്പമാണ് പന്ത് തട്ടുക. ഗോവയിൽ നിന്ന് അബ്ദുൽ റബീഹിനെ ടീമിലെത്തിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ മൊറോക്കൻ സ്ട്രൈക്കർ അലാദിൻ അജാരിയുമായി 2 വർഷത്തെ കൂടി കരാർ പുതുക്കി. ഫ്രാഞ്ചുവിന് പുറമെ അലക്സ് വല്ലയോ, ക്രിസ്ത്യൻ ബൊറയ, അലക്സ് സാലായ എന്നീ വിദേശ താരങ്ങളെയും ഗോവ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ താരം സന്ദേശ് ജിങ്ങിനെ ടീമിൽ നിലനിർത്താനും ഗോവക്കായി. മഹ്ദി തലാലിനെ കൂടാരത്തിലെത്തിച്ചതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെന്നൈയിൻ FC നടത്തിയ ബെസ്റ്റ് ഡീല്. റുവാണ്ടൻ ഡിഫൻഡർ ഇമ്മാനുവൽ, ഡെംബോയുടെ ശുഭം റാവത്ത്, ഇന്ത്യൻ യുവതാരം ആയുഷ് ഛേത്രി എന്നിവരും ഇക്കുറി ചെന്നൈക്കൊപ്പം ചേർന്നു. മലയാളി പരിശീലകൻ TG പുരുഷോത്തമന് കീഴിൽ ഒരുങ്ങുന്ന ഒഡീഷയും മാർക്കറ്റിൽ കാര്യമായ പർച്ചേസുകൾ നടത്തിയിട്ടുണ്ട്. ഋത്തിക് ദാസ്, നന്ദകുമാർ ശേഖർ എന്നീ ഇന്ത്യൻ താരങ്ങളും ISL തന്നെ പരിചയസമ്പത്തുള്ള സ്റ്റീഫൻ എസയെയും ഒഡീഷ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു മലയാളി താരമായ നിഹാൽ സുധീഷുമായും ടീം ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളും പഞ്ചാബ് FCയും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുമെല്ലാം ട്രാൻസ്ഫറുകൾ നടത്തുന്നുണ്ട്. ജംഷഡ്പൂരിന്റെ ലൈസൻസ് സ്വന്തമാക്കി ഗോവയിൽ നിന്ന് ചർച്ചിൽ ബ്രദേഴ്സ് ഇക്കുറി ISL എത്തുന്നു. ഇവർ കൂടി കളത്തിലിറങ്ങിയാൽ ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് മുമ്പൊന്നുമില്ലാത്ത ആവേശത്തിലേക്ക് കടക്കുമെന്ന് തീർച്ചയാണ്. ആഗസ്റ്റ് 14 ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള മുഴുവൻ തുകയും കെട്ടിവെക്കേണ്ട അവസാന തീയതി. ഒരു ഒഴിവ് കിഴിവോ മറ്റുപാധികളോ ഇതിന് നൽകില്ലെന്ന് ഫെഡറേഷൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ തുകയും കെട്ടിവെച്ചിട്ടുണ്ടെന്നും അടുത്ത സീസണിൽ ISL കളിക്കുമെന്നും വാർത്തകളുണ്ടെങ്കിലും ഫെഡറേഷന്റെ ഔദ്യോഗിക സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ബ്ലാസ്റ്റേഴ്സിനെ പോലെ മാർക്കറ്റിൽ സൈലന്റ് ആയിരിക്കുന്ന ഇന്റർകാശി ഒരുപക്ഷെ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പുതിയ ISL സീസണിന്റെ തീയതികളും ഫിക്സറും എല്ലാം ഉടൻ പുറത്തു വരും. ഗാലറികൾ മഞ്ഞ പുതപ്പിച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പേര് ആ ലിസ്റ്റിലുണ്ടാവുമോ? അതോ ജംഷഡ്പൂരിന് സമാനമായി ഒരു യുഗാന്ത്യമാണോ നമ്മളെ കാത്തിരിക്കുന്നത്? കണ്ടറിയാം.